stay cool out. Why my worst enemy waits for me? Yeah, yeah. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഖത്തറിൽ പോയപ്പോൾ ഓരോ പ്ലേസ് കാണാൻ പോയപ്പോൾ ക്യാപ്ചർ ചെയ്ത് വെച്ച കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് എല്ലാം കൂടെ ഒരു വ്ളോഗ് ആക്കിയിട്ടാണ്. ആൻഡ് ഇതോടെ നമ്മൾ ഖത്തർ വീഡിയോസ് ഒക്കെ എൻഡ് ചെയ്യാൻ പോവാണ്. ആസ് യൂഷ്വൽ എൻ്റെ മടി കൊണ്ട് തന്നെയാണ് ഇത്രയും വൈകിയത്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പേൾ ഖത്തറാണ്. ഒരു ഫ്രൈഡേ ഈവനിങ് ഫാമിലിക്ക് എല്ലാവർക്കും ഓഫുള്ളൊരു ഡേ ആയിരുന്നു നമ്മൾ പോയത്. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരുന്നു. ആൻഡ് അവിടെ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് തന്നെ വ്യൂസൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് പുറത്താണ് നോക്കി കണ്ടത്. ആൻഡ് ഈ വ്ളോഗ് ഇട്ട് ചെയ്യുന്ന സമയത്ത് ഐ റിയലി മിസ് ദിസ് പ്ലേസ് ആൻഡ് ദോസ് പീപ്പിൾസ്. ശരിക്കും ഐ എൻജോയ് ദിസ് മൊമെൻറ്റ് വെൻ ഇറ്റ് ബിക്കംസ് മെമ്മറി ആയ സമയത്താണ് ഈ മൊമെൻറ്റ് എത്ര പ്രഷ്യസ് ആയെന്ന് റിയലൈസ് ചെയ്യുന്നത്. ഇവൻ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം ഞാൻ ഇവൻ്റെ കൂടെയാണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇവൻ എൻ്റെ കൂടെ ഇരുന്നു. സ്പോട്ട് നമ്പർ 2 വില്ലാജിയോ മോളാണ്. മോളിൽ നമ്മൾ ഹോൾ ഫാമിലി ഒന്നല്ല പോയത്. ഞാനും ഉമ്മയും അനിയനും മാമനും ഫാമിലി അതിനുള്ളത്. നാട്ടിലുള്ളപ്പോഴേ ഈ വില്ലാജിയോ മാളുടെ കഥ കുറേ കേട്ടിട്ടുണ്ട്. അപ്പം തന്നെ ഇവിടെ എന്തായാലും പോകണമെന്നുണ്ടേനും. ഇവിടെയുള്ള സ്കൈൻ്റെ സ്റ്റോറി കുറേ കേട്ടോണ്ട് തന്നെ ഇവിടെ എത്തുന്നവരെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ഈ കാണുന്ന സ്കൈ റിയൽ ആണോ അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആണോ. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് സ്കൈ ജസ്റ്റ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചതാന്ന്. അപ്പോൾ ഈ മുകളിൽ വരെ വന്നിട്ട് എങ്ങനെയല്ലേ ബോട്ടിങ്ങിൽ കയറാണ്ടിക്കുക. അപ്പം ഞാനും ഉമ്മയും അനിയനൊക്കെ കൂടെ ബോട്ടിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. മാമിനെയും നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽപ്പിച്ചു. ഇവിടെ വന്ന കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അന്നപ്പോൾ ചെറിയൊരു ചടപ്പുണ്ടായിരുന്നു, എങ്ങനെയാ ഇപ്പോൾ ഇവരെ മുന്നിൽ കൂടെയൊക്കെ ബോട്ടിങ് ചെയ്യാന്നുള്ളത്. പിന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തു. ഓരോ മോളിനെയും ഡിഫറെൻ്റ് ആക്കുന്നത് അവിടുത്തെ തീം, ദ വേ ദേ അറേഞ്ച് ഇൻറ്റീരിയേഴ്സൊക്കെയാണ്. ആൻഡ് ഐ റിയലി ലൈക്ക് ദ വർക്ക് ദേ ഡൺ ഹിയർ. പിന്നെ എവിടെ പോയാലും ഒരു ഫോട്ടോ എടുക്കൽ അത് നിർബന്ധമാണ്. പിന്നെ എനിക്ക് കുറച്ച് ചമ്മലുള്ള കാര്യമാണ് ഈ സിംഗിൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. വിചാരിച്ചതിലും നല്ല ഫോട്ടോസ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുറത്തിറങ്ങിയാൽ നമുക്കിങ്ങനെ ടോർച്ച് ടവറൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഈ സ്പോട്ടും കഴിഞ്ഞു. നെക്സ്റ്റ് സ്പോട്ടല്ല, വെറുതെ ഒരു കറങ്ങലാണ്. റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു സ്പോട്ടോ ലക്ഷ്യമോ ഒന്നും വെക്കാണ്ട് ഇറങ്ങിയതാണ്. ഞാനും മാമി മാത്രമേ പോയത്. അത്യാവശ്യം നല്ലോണം കുറച്ച് ഈസ്തെറ്റിക്കലി ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ഒരു എയിമും ഇല്ലാണ്ട് ഞങ്ങൾ രണ്ടാളും ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഡ്രസ്സ് ചെയ്യാന്നുള്ളത്. എവിടെ പോയിക്കില്ലെങ്കിലും ഡ്രസ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫിക്കേഷൻ കിട്ടും. ഒരു തെറാപ്പിനെ പോലെയാണ് ഞാൻ ഈ ഡ്രസ്സിങ് മേക്കപ്പൊക്കെ കാണുന്നത്. അപ്പം മാമി നമുക്ക് പുറത്ത് പോകാൻ പറഞ്ഞപ്പോൾ എവിടേക്കാണെന്നൊന്നും ചോദിക്കാണ്ട് തന്നെ ഞാൻ മാറ്റി ഇറങ്ങണ്ടായി. ലിങ്കിലേനും നമ്മളെ കറക്കം കാർഡുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം. നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ബസ് ട്രാവലിങ്ങും ഒക്കെ അടിപൊളിയാണ്. എല്ലാം ഒരു ഓട്ടോമാറ്റിക് മെത്തേഡിലാണ് നടക്കുന്നത്. ഡ്രൈവർ ഉണ്ട്, പക്ഷേ നമ്മൾ ഈ കാർഡൊക്കെ വെച്ച് സ്വൈപ്പ് ചെയ്ത് കയറുന്നതൊക്കെ നല്ല രസമാണ്. ഈ ദിവസം സ്കൈ ഒരു ഓറഞ്ചിഷ് കളറിലാണുള്ളത്. ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ് ഗൈസ്. ഇപ്പം ഞാനും മാമി മാത്രമേ ബസ്സിലുള്ളൂ, എക്സ്പെക്ട് ഡ്രൈവർ. പിന്നെ ഒരാൾ കയറുകയും ചെയ്തു. കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്നും കുടിക്കാത്തതുകൊണ്ട് നമ്മൾ അടുത്തുള്ളൊരു കോഫി ഷോപ്പിലേക്ക് നടക്കുകയാണ്. കോഫി കുടിക്കാൻ പോയി ഞങ്ങൾ വേറെ എന്തൊക്കെയോ ഐസ്ക്രീമൊക്കെയാണ് വാങ്ങിയത്. ഇത് മാമൻ്റെ ഫ്രണ്ടാണ്, കാണാൻ മാമനെ പോലെ തന്നെയാണ് കേട്ടോ. സ്പോട്ട് നമ്പർ 4 ഖത്താറാണ്. ആക്ച്വലി ഖത്താര കാണാൻ പോകേണ്ടത് രാവിലെയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ മാമൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രിയാണ് പുറത്തു പോവുക. മാമ വർക്ക് ചെയ്യുന്ന ഓഫീസും ഖത്താരിൽ തന്നെയാണ്. വ്ളോഗ് അങ്ങനെ എടുക്കണം, വ്ളോഗ് ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ സ്ഥലത്തും പോവുക. പക്ഷെ അവിടെ എത്തി ഞാനിങ്ങനെ പ്ലേസ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഓരോന്ന് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ആ വ്ളോഗ് എടുക്കാനുള്ള ഓർമ്മ ഒന്നും എനിക്കുണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും സ്റ്റോറിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചെടുക്കുന്ന ക്ലിപ്സ് നിന്നാണ് ഞാനിപ്പോൾ ഈ വ്ളോഗിലേക്ക് വേണ്ട ഓരോ ഷോർട്സും എടുത്തത്. റീൽസിലൊക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ മെയിൻ സ്പോട്ട് എന്ന് പറയുമ്പോൾ ഈ ഖത്താര ചെറി ബ്ലോസം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇത് കാണുന്നത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫോട്ടോസ് ഒന്നും അധികം ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത നമ്മൾ പോയത് രാത്രി ആയതുകൊണ്ടാണ്. എനിക്ക് സ്റ്റിൽ ഇങ്ങനത്തെ ടെഡീസ്, ക്യൂട്ടായിട്ടുള്ള ഡോള് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവരിങ്ങനെ ഇവിടെ നിന്ന് എന്തൊക്കെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇതും നമുക്ക് അവിടെ പോയാൽ കാണാനുള്ളൊരു വ്യൂ ആണ്. പക്ഷെ നമ്മൾ പോയത് രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോക്സും വാട്ടറൊന്നും നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരു ദിവസം കൂടെ രാവിലെ ഇവിടെ പോകണമെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് അതിന് പറ്റിയില്ല.
നമ്മളെ നെക്സ്റ്റ് സ്പോട്ട് ഐഡിയൽ സ്കൂളാണ്. ഇത് മാമൻ്റെ മോൻ പഠിക്കുന്ന, അതായത് ഐസിയും പഠിക്കുന്ന സ്കൂളാണ്. അവിടെ നമ്മ സൗത്ത് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൻ്റെ പരിപാടിയും ഒരു ഈവനിങ് 6 o'clock ഒക്കെ ആയിരിക്കുന്നുണ്ട് പരിപാടി തുടങ്ങാൻ വേണ്ടി. തുടങ്ങിയപ്പോൾ പിന്നെ ഒരുപാട് എനർജറ്റിക് പെർഫോമൻസ് ചെയ്യുന്നു. പാരൻസും കുട്ടികളും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറേ പരിപാടി ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അവിടെ നല്ല റഷ് ചെയ്യുന്നു. പിന്നെ വോളണ്ടിയേഴ്സൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് അവിടെ ആൾക്കാരെ നിർത്തിയത്. പിന്നെ രാത്രി ആയപ്പോൾ അവിടെ ഒരു കോൺസേർട്ട് ടൈപ്പ് പരിപാടി ചെയ്യുന്നു. ഏകദേശം ഒരു 4 ടീമോളം അവിടെ ഇങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു കോൺസേർട്ട് ടൈപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇരിക്കുകയല്ല, നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ 6ാമത്തെ സ്പോട്ട് മീനാപ്പോർട്ടാണ്. പതിവ് പോലെ മീനാപ്പോർട്ടിൽ നമ്മൾ പോയത് നൈറ്റാണ്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഇവിടെ ക്ലോസ് ആയി പോകുമെന്ന്. പക്ഷേ നമ്മൾ എത്തിയ ടൈമിൽ ക്ലോസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കയറിയിട്ട് ഫിഷസിനൊക്കെ കണ്ടു. ഇതിൽ ഏകദേശം ടൈപ്പ് ഓഫ് മീൻ നമ്മളിങ്ങനെ അക്വേറിയത്തിലും അതുപോലെ തന്നെ പഠിക്കാനൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ ടൈപ്പ് ഓഫ് മീൻ ഉണ്ടായിരുന്നു. ഈ വരയുള്ള മീൻ ആക്ച്വലി നമ്മൾ ആരോ അതിൻ്റെ മേലെ ഇങ്ങനെ വരച്ചതുപോലെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പുറത്തത്തെ വ്യൂ ഇങ്ങനെയാണ്. നല്ല രസമില്ലേ ആ ഒരു ലൈറ്റും ഷേപ്പും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്പോട്ട് മുഷരിബാണ്. മുഷരിബിൽ നമ്മൾ പോയത് 2 ടീമായിട്ടാണ്. ഊബർ വിളിച്ചിട്ടേനും നമ്മൾ പോയത്. അപ്പോൾ ആദ്യത്തെ ടീം എത്തി, രണ്ടാമത്തെ ടീം എത്താൻ നല്ല ലേറ്റ് ആയിരുന്നു. നമ്മൾ എത്തി കുറേ കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾക്കാർ വന്നത്. അതുവരെ നമ്മളിങ്ങനെ ട്രാമ്പിൽ 2-3 റൗണ്ട് ഇങ്ങനെ കറങ്ങി അവിടെ മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു. 2-3 വ്ളോഗിലായിട്ട് മാമൻ മാമൻ എന്ന് പറയുന്നല്ലാണ്ട് ഞാൻ മാമനെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ മാമൻ. ആൻഡ് മാമൻ്റെ കൂടെ ഉള്ളത് മാമൻ്റെ വൈഫാണ്. പിന്നെ ബാക്കി മാമൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ആണ്. എല്ലാവരും ഇന്നെടുക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വ്ളോഗിലൊരു പോസൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ഏകദേശം നമ്മൾ നാട്ടിലേക്ക് വരാനായ ടൈമിൽ പോയതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറേ നേരം ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ഐമി മറിയം. ഐമി ഇങ്ങനെ ഓരോ ക്യൂട്ട് പോസൊക്കെ ഇട്ടിട്ട് ഐമീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ്. എനിക്കിങ്ങനെ കുട്ടികളുടെ കൂടെ നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഐമീൻ്റെ പുറകെ ചെയ്യുന്നു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പപ്പ ജോൺസിൽ പോയിട്ട് പിസ്സ കഴിക്കാൻ പ്ലാൻ ഇട്ടു. ആൻഡ് എനിക്ക് പിസ്സ ഫേവറേറ്റ് ആയിട്ട് മാറിയത് ഇവിടെ വന്നതിൻ്റെ ശേഷം ഈ പിസ്സ കഴിച്ചതിൻ്റെ ശേഷമാണ്. ഈ പപ്പ ജോൺസിൽ ആക്ച്വലി ഫ്ലേവർ എനിക്ക് മറന്നുപോയി. ഇത് കഴിച്ച് ഞാനൊരു പിസ്സ ലവറായി മാറി ആക്ച്വലി. അപ്പോൾ ഈ ഒരു ഡിന്നർ കഴിച്ചതോടെ നമ്മൾ വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്കമിങ് വ്ളോഗ്സിൽ നമുക്ക് നാട്ടിലത്തെ കുറേ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.